ചെറിയ കുട്ടികൾ പോലും ഒരു 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 എൻ്റർപ്രണർഷിപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് നേരിട്ട് കണ്ടനുഭവിക്കാനുള്ളൊരവസരം ഉണ്ടായി. വേൾഡ് വൈഡായിട്ട് നമ്മുടെ കുട്ടികൾക്ക് അവസരമുണ്ട്. ആ അവസരത്തിലേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും റാക്ക് എന്നുള്ളത്. ഹായ്, ഹായ്, എൻ്റെ പേരെന്താ? ഹംദാൻ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവൻ്റ്? ഫസ്റ്റ് ടൈമാണ് ഞാൻ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കോൺടാക്ട്സ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല സാറിൻ്റെ റാക്കുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് ടൈം സിനാൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്, കൊയിലാണ്ടിയിലൊരു സുഹൃത്താണ് ആളെ പരിചയപ്പെടുത്തിയത്. അപ്പം ഏതോ ഒരു സമയത്ത് രജിസ്റ്റർ ചെയ്തതാണ്, യാദൃശ്ചികമായിട്ട് വന്ന് പെട്ടു. നല്ല അനുഭവമായിരുന്നു. ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. നമ്മൾ ചെറിയ കുട്ടികൾ പോലും ഒരു 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 എൻ്റർപ്രണർഷിപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് നേരിട്ട് കണ്ടനുഭവിക്കാനുള്ളൊരവസരം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. താങ്ക് യു റാക്ക്. ഓക്കെ, എന്താണ് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടിയൊരു ഇൻടേക്ക്? ഇൻടേക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ പറയുന്നത് എൻ്റെ കാര്യം തന്നെയാണ്. ഞാൻ ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഈ എൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി, അത് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നുള്ളത് അത് കണ്ടറിയേണ്ടി വരും. അത്രയും നല്ലൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നു നിങ്ങളെ ബിസിനസ് ഐഡിയ? ഞാൻ സർക്കാർ സർവീസ്, അതായത് നമുക്ക് നിലവിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള സ്കീമുകൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് കേന്ദ്ര സർക്കാരായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, നല്ല സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു വിഷയം ഉണ്ടാവാറുണ്ട്. അതായത് ഗവൺമെൻറ് സ്കീമുകൾ ഇപ്പം എൻ്റർപ്രണേഴ്സിനെ നോക്കുകയാണെങ്കിൽ PMEGP, അതുപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇങ്ങനെ തുടങ്ങിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഫണ്ടിങ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്തിക്കുക, ഒരു മിഡിൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ നിന്നിട്ട് ഹെൻഡർഫിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, മെൻറ്റർഷിപ്പ് ഉണ്ട്, ഇനി ഒരു കമ്പനി രജിസ്ട്രേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഗ്രേവോയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാവൽ കൺസൾട്ടിങ് കമ്പനിയാണ്. നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക, ഇൻഡിവിജ്വലായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് മെൻറ്റർഷിപ്പ് കൊടുക്കുക. യാത്ര എന്ന് പറയുന്ന ഒരു ഹരായി മാറിയൊരു കാലമാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാവൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ പ്രോഗ്രാമിന് നിങ്ങൾ ആർക്കെങ്കിലും റെഫർ ചെയ്യുമോ? തീർച്ചയായിട്ടും. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൻ്റെ കോർഡിനേറ്റേഴ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് കുട്ടികൾ എൻ്റർപ്രണേഴ്സായിട്ട് മാറാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അവർ ഇത്തരത്തിലുള്ള അവസരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പം അതിലേക്ക് ഈ ഒരു നെറ്റ്വർക്കിങ്ങിലേക്ക് വരാൻ കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയുടെ ഗൾഫ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരവസ്ഥ. അതായത് എല്ലാ സ്റ്റേറ്റിൽ നിന്നും നമ്മളടുത്തേക്ക് ആൾ വരുന്നുണ്ട്. അപ്പം ഹ്യൂമൻ റിസോഴ്സ് സ്കിൽഡ് ലേബേഴ്സിന് നമുക്ക് യാതൊരു പഞ്ഞുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡായിട്ട് നമ്മുടെ കുട്ടികൾക്ക് അവസരമുണ്ട്. ആ അവസരത്തിലേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും റാക്ക് എന്നുള്ളത്.